ശ്രീമന്നാരായണീയം ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 4. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ, അനക്കമില്ലാത്തതും ഇളക്കമില്ലാത്തതും എന്നർത്ഥം. നിത്യപൂർണേ, എന്നും നിറഞ്ഞതും. നിരവധി പരമാനന്ദ പീയൂഷരൂപേ, നിരവധി അവസാനമില്ലാത്ത. പരമാനന്ദമാകുന്ന പീയൂഷം അമൃതം. പീയൂഷരൂപേ, അമൃതം തന്നെ സ്വരൂപമായിട്ടുള്ളതും. നിർലീന അനേകമുക്താവലി സുഭഗതമേ, അനേകമുക്താവലി, കണക്കറ്റ മുക്താവലി. മുക്താവലി എന്ന് പറഞ്ഞാൽ മുക്തന്മാരുടെ, മോക്ഷം കിട്ടിയവരുടെ കൂട്ടം എന്നും മുത്തുമണികളുടെ കൂട്ടം എന്നും ഇവിടെ രണ്ടർത്ഥമുണ്ട്. നിർലീന, ലയിച്ചിട്ടുള്ളതിനാൽ, സുഭഗതമേ, അത്യന്തം മനോഹരവുമായ, കണക്കറ്റ മുക്തന്മാരുടെ കൂട്ടം, അതല്ലെങ്കിൽ മുത്തുമണികൾ, ഇതിൽ ലയിച്ചിട്ടുള്ളതിനാൽ അത്യന്തം മനോഹരവുമായ നിർമ്മല ബ്രഹ്മസിന്ധൗ, നിർമ്മലമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ, ശുദ്ധ സത്വാത്മകമായ, ശുദ്ധ സത്വഗുണമുള്ളതായ ബ്രഹ്മമാകുന്ന ഈ സമുദ്രത്തിലെ കല്ലോല ഉല്ലാസതുല്യം, തിരയടിക്ക് തുല്യമാണ്. കല്ലോലം തിരമാല, തിരമാലയ്ക്ക് തുല്യമാണ്. വിമലതരം സത്വം, വിമലതരം അത്യന്ത ശുദ്ധമായ സത്വം, സത്വഗുണം. ആഹു ഖലു, ആഹു പറയുന്നുവല്ലോ, ആഹു ഖലു രണ്ടും കൂടെ കൂടിയാൽ പറയുന്നുവല്ലോ. അത്യന്ത ശുദ്ധമായിട്ടുള്ള സത്വഗുണം എന്ന് അറിവുള്ളവർ പറയുന്നുവല്ലോ. തദാത്മാ ത്വം, ത്വം അവിടുന്ന്. തദാത്മാ, താദൃശ സത്വസ്വരൂപനായ അവിടുന്ന്. കസ്മാത് നോ നിഷ്കള, എന്ത് കാരണത്താൽ നിഷ്കളനാകുന്നില്ല എന്ന് പറഞ്ഞാൽ നിഷ്കളൻ തന്നെ. സത്വഗുണ സ്വരൂപനായിട്ടുള്ള അവിടുന്ന് നിഷ്കളൻ തന്നെയാണ്. ഭൂമൻ, എല്ലായിടത്തും നിറഞ്ഞവനെ. സകള ഇതി, സകള ഇതി വച, സകളൻ എന്ന വാക്ക്, ചൊല്ല്. ത്വത്കലാസു ഏവ, അവിടുത്തെ കലകളിൽ മാത്രമാകുന്നു. കലകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ത്രിമൂർത്തികളും മറ്റവതാരങ്ങളും, അവയിലും മാത്രമാണ് സകളൻ എന്ന ചൊല്ല് ശരിയാകുന്നത്. ആ കലകളെ വിഷയമാക്കിക്കൊണ്ടാകുന്നു. ഇളക്കമില്ലാത്തതും എന്നും നിറഞ്ഞു നിൽക്കുന്നതുമാണ് ബ്രഹ്മമാകുന്ന സമുദ്രം. അത് അതിരറ്റ ആനന്ദാമൃതമാണത്. നിർമ്മലമായിട്ടുള്ള ആ ബ്രഹ്മസിന്ധുവിൽ, ബ്രഹ്മസമുദ്രത്തിൽ
കണക്കറ്റ മുക്താവലികൾ ലയിച്ചിട്ടുള്ള ബ്രഹ്മസമുദ്രത്തിൽ അലയടിക്കുന്ന തിരമാലകളാണ് ശുദ്ധമായിട്ടുള്ള സത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ശുദ്ധമായ സത്വത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ഭഗവാൻ നിഷ്കളങ്കൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ സകളൻ എന്ന് പറയുന്നതോ അത് അവതാരങ്ങളെപ്പറ്റി മാത്രമാണ്, ത്രിമൂർത്തികളും മറ്റവതാരങ്ങളും. സകളമാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ബ്രഹ്മം ശ്രീ മഹാവിഷ്ണുവായിട്ട് മാറുക, ശിവനായിട്ട് മാറുക, ബ്രഹ്മാവായിട്ട് മാറുക, ഇങ്ങനെ ഓരോ രൂപങ്ങൾ വരുമ്പോഴാണ് അതിനെ, ആ അവതാരങ്ങളെയാണ് ഇവിടെ സകളൻ എന്ന് പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.